ready to move from Tel Aviv. So leaving from Valikos place. അപ്പോൾ നമ്മുടെ സ്കൂട്ടർ കഷ്ടപ്പെട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തിബിലിസി കൊണ്ട് തിരിച്ചു കൊടുക്കണം. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. ഇടയ്ക്ക് വണ്ടി ഓഫ് ചെയ്യാൻ പാടില്ലെന്ന് തോന്നുന്നു. എൻജിൻ ഓഫ് ചെയ്താൽ പണി കിട്ടുമെന്ന് തോന്നുന്നു. So leaving Tel Aviv now. This is Valiko. Nice guest house you got. So thank you Valiko. See you, bye bye. ഹലോ നമസ്കാരം. അപ്പം നമ്മൾ ഇന്നലെ തീരുമാനിച്ച പോലെ രാവിലെ തിരിച്ച് തിബിലിസിക്ക് തന്നെ പോവാം. കാരണം സ്കൂട്ടർ കൊടുക്കണം. ഇനിയുള്ള ഒരു 8 ദിവസം കൂടി സ്കൂട്ടർ വെച്ചുകൊണ്ട് ഓടിയിട്ട് നടക്കത്തില്ല. അതുകൊണ്ട് രാവിലെ ഒരു 6:30 തന്നെ റെഡിയായി ഗസ്റ്റ് ഹൗസിലെ വാലിക്കോട് വഴിയൊക്കെ പറഞ്ഞ് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. രാവിലെ സ്റ്റാർട്ടാകാൻ ശകലം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ടായി. ഇവിടുന്ന് ഒരു 95 കിലോമീറ്റർ ഉണ്ട് നമ്മളുടെ തിബിലിസിലേക്ക്. ഇടയ്ക്കായാലും വണ്ടി ഓഫാകാതാക്കി ചെല്ലണം. അതുകൊണ്ട് എഞ്ചിൻ ഓഫാക്കാതെ തന്നെ ബ്രേക്കൊക്കെ എടുക്കാനാണ് പ്ലാന്. രാവിലെ ആയതുകൊണ്ട് റോഡൊക്കെ കാലിയാണ്, തിരക്കൊന്നുമില്ല. രാവിലെ ഇപ്പം ഇവിടുന്ന് നമുക്ക് തിബിലിസിയിലേക്ക് ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മൾ ഇന്നലെ വന്ന വഴി പോകേണ്ട കാര്യമില്ല. വേറൊരു ചെറിയൊരു പാസ്സൊക്കെയുള്ള റോഡുണ്ട്. നല്ല റോഡാണ്. 95 കിലോമീറ്റർ ഉള്ളത്. മാക്സിമം ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്ക് തിബിലിസി ചെല്ലാൻ പറ്റും. അപ്പോൾ തിബിലിസി ലക്ഷ്യമാക്കി നമ്മൾ യാത്ര തിരിച്ചു. രാവിലെ അത്യാവശ്യം തണുപ്പുണ്ട്. കാരണം കുറച്ച് ഹൈറ്റുള്ള സ്ഥലമായതുകൊണ്ട് ആ പാസിലേക്കുള്ള വഴിയിലൊക്കെ പോകുന്ന വഴിക്കൊക്കെ ചെറിയ തണുപ്പുണ്ട്. റോഡിലൊന്നും കാര്യമായ വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു. ആദ്യം കുറേ ദൂരമെല്ലാം സ്ട്രെയിറ്റ് റോഡാണ്. പിന്നെ മൗണ്ടൻ പാസ് എടുക്കാറാകുമ്പോൾ കുറച്ച് വളവും തിരിവുള്ള റോഡൊക്കെ വരും. നല്ല റോഡാണ്, ഡബിൾ ലൈനാണ്. പക്ഷെ വലിയ ട്രാഫിക്കൊന്നും ഇല്ല. അപ്പോൾ ചെറിയൊരു ഫോറസ്റ്റ് ഏരിയ കൂടെ ഒക്കെയാണ് ഈ റോഡ് പോകുന്നത്. വണ്ടി റണ്ണിങ്ങിൽ കുഴപ്പമൊന്നുമില്ല, നല്ല സ്മൂത്താണ്. ഓഫായി കഴിഞ്ഞിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്രയാസം. എനിവേ തൽക്കാലം സ്കൂട്ടർ തിരിച്ചു കൊടുക്കാന്നുള്ള പ്ലാനിൽ തന്നെ നിൽക്കുകയാണ്. ഇത് ശരിക്കും നല്ല മനോഹരമായ റൂട്ടാണ്. ഇന്നലെ കണ്ടതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഭംഗിയുള്ള റൂട്ടാണ്. ചെറിയ മലമ്പാതകളൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഒറ്റയ്ക്കും പട്ടയ്ക്കും ചില പശുവൊക്കെ ഉണ്ട് റോഡിൽ. നല്ല വലിയ കൂട്ടമായിട്ടൊന്നുമില്ല. ഇവിടെ ചെറിയൊരു ഡാമോ മറ്റോ ഉണ്ട്. ജസ്റ്റ് അവിടെ നിർത്തി ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് വീണ്ടും റൈഡ് തുടർന്നു. കാറുകളൊക്കെ നല്ല സ്പീഡിലാണ് പോകുന്നത്. 100-120 പോകുന്നത്. സ്കൂട്ടറായിട്ട് തന്നെ നമുക്കൊരു 80-90 ഇടയ്ക്കൊക്കെ 100 കയറാൻ പറ്റുന്നുണ്ട്. നല്ല സ്മൂത്ത് റോഡാണ്. അതുകൊണ്ട് വലിയ ക്ഷീണമൊന്നും ഇല്ലാതെ ഓടിച്ചു പോവാം. തിബിലിസി ചെല്ലുന്നത് ആകെ 2 ബ്രേക്ക് എടുത്തുള്ളൂ. ചെറിയ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ചൂട് കാപ്പി കുടിക്കാൻ വേണ്ടി ഒരു ബ്രേക്ക് എടുത്തു. അങ്ങനെ നമ്മളൊരു 45 കിലോമീറ്റർ അവിടുന്ന് പോന്നു. ചെറിയൊരു പാസും ഒക്കെയാണ്. ഇന്ന് ഇച്ചിരി ക്ലൗഡിയാണല്ലോ, മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും സ്കൂട്ടർ പിന്നെ നിർത്തിയില്ല. ഒരു കോഫിക്ക് ആദ്യത്തെ ബ്രേക്ക് എടുത്താൽ തിബിലിസിക്ക് ഇനി 40 കിലോമീറ്ററുടെ ഉള്ളൂ. സ്കൂട്ടർ സ്റ്റോപ്പ് ചെയ്യാതെ മെയിൻ സ്റ്റാൻഡിൽ തന്നെ വെച്ച് എൻജിൻ ഓഫ് ചെയ്താൽ പിന്നെ സ്റ്റാർട്ടിങ് പ്രശ്നമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് മെയിൻ സ്റ്റാൻഡിൽ തന്നെ വെച്ചേക്കുക. അപ്പോൾ നല്ലൊരു കോഫി ഷോപ്പുണ്ട്. അവിടെ കയറി ഒരു കോഫിയൊക്കെ പറഞ്ഞൊരു അമേരിക്കാനോ പറഞ്ഞു. തിബിലിസി എടുക്കാറാകുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ഇന്നലെ പോയപ്പോൾ കണ്ട വലിയ ഹൈവേ വരും. ഒരു 10-40 കിലോമീറ്ററോളം ആ വലിയ ഹൈവേ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തിബിലിസിയുടെ ഔട്ട്സ്കേർട്സിലെത്തി. ഏതാണ്ട് ഒരു 9 മണിയോടുകൂടി നമ്മൾ തിബിലിസി റെൻ്റ് സ്കൂട്ടറിലെത്തി. സ്കൂട്ടർ കൊടുത്തു. ആ പുള്ളി നമ്മളുടെ ഹണ്ടർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് സ്കൂട്ടർ കൊണ്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. റോയൽ എൻഫീൽഡ് ഹണ്ടർ ഇച്ചിരി പുതിയ വണ്ടിയാണ്. സ്റ്റാർട്ടിങ് ട്രബിളില്ലെന്ന് വിചാരിക്കാം. പിന്നെ മോട്ടോർ സൈക്കിളായതുകൊണ്ട് അത്യാവശ്യം പുഷ് സ്റ്റാർട്ടെങ്കിലും ചെയ്യാം. അതുകൊണ്ട് ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ജസ്റ്റ് അടുത്ത് തന്നെ ഒരു ചെറിയ മക്ഡൊണാൾഡ്സ് ഉണ്ട്. അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി കസ്ബയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ഓൾറെഡി 9 മണി കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് നേരെ മക്ഡൊണാൾഡ്സിൽ പോയി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു.
അങ്ങനെ ജോർജിയയിൽ എക്സ്പൾസ് വിൽക്കുന്നുണ്ട് കേട്ടോ. എക്സ്പൾസ് ഉണ്ട്. അപ്പം നമ്മളിന്ന് ഹയർ ചെയ്ത ഹണ്ടർ 350 ആണ് നമ്മുടെ വണ്ടി. എക്സ്പൾസ് ആയിരുന്നു വെച്ചോളൂ നന്നായിരുന്നേനെ, പക്ഷേ എക്സ്പൾസ് ഹയറിങ്ങിന് കണ്ടില്ല. ഇതാണ് നമ്മുടെ ഹണ്ടർ. ഇതാരണ്ട് US മേടിച്ച വണ്ടി, പിന്നെ US നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തതാ. ഇപ്പൊ ജോർജിയയിലുള്ള ഓണർ ഈ ഹണ്ടർ ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്ന് വന്നതല്ല, US നിന്ന് ഇമ്പോർട്ട് ചെയ്താ. സ്കൂട്ടറിന്റെ അത്രയും കംഫർട്ടബിൾ അല്ല. ഇതിന്റെ ബാക്കിൽ ലഗേജ് വെച്ച് കേട്ട ചെറിയ സീറ്റാണ്. സ്കൂട്ടറിന് കുറച്ച് ക്യാരിയറൊക്കെ ഉള്ളതുകൊണ്ട് കംഫർട്ടബിൾ ആയിരുന്നു. അപ്പം നമ്മൾ അടുത്തൊരു സൈക്കിൾ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ പോയി 2 ബഞ്ചി കോഡ് കൂടെ എക്സ്ട്രാ മേടിച്ചു. നമ്മുടെ ഉള്ളത് 2 ബഞ്ചി കോഡ് കൂടാതെ 8 ദിവസം കൂടെ ഓടിക്കേണ്ടതല്ലേ, ഒരു സേഫ്റ്റി പ്രിക്കോഷൻ എന്ന നിലയ്ക്ക് 2 ബഞ്ചി കോഡ് കൂടെ എക്സ്ട്രാ മേടിച്ച് അവിടെ പതൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ തിബിലിസി ഒന്ന് ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. രാവിലെ ഓഫീസ് ടൈമൊക്കെ ആയെന്ന് തോന്നുന്നു, 10 മണി എടുക്കാറായെന്ന് തോന്നുന്നു. ഇനി ഇവിടുന്ന് നമുക്കൊരു 150-155 കിലോമീറ്റർ ഉണ്ട് ഈ കസ്ബഗി അഥവാ സ്റ്റെപ്പാൻസ്മിൻഡ എന്ന് പറയും. ആ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അതൊരു വളരെ തിരക്കുള്ള റൂട്ടാണ് കേട്ടോ, കാരണം അത് ടുവേർഡ്സ് റഷ്യൻ ബോർഡറിലേക്കുള്ള വഴിയാണ്. അപ്പോൾ എപ്പോഴും കൂടുതൽ വലിയ ലോറികളും ട്രെയിലർ ട്രക്കുകളും ഒക്കെ ഗുഡ്സ് ക്യാരി ചെയ്യുന്ന ഒത്തിരി വണ്ടികൾ പോകുന്ന ഒരു റൂട്ടാണ്. അതുകൊണ്ട് പൊതുവെ ആ റൂട്ടിൽ കുറച്ച് തിരക്കായിരിക്കുന്നതാണ് കേട്ടേക്കുന്നത്. എന്തായാലും നോക്കാം. നമ്മൾ സിറ്റിയിൽ നിന്ന് അതൊക്കെ ഔട്ട്സ്കേർട്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹൈവേ കിട്ടും. ഹൈവേ തുടങ്ങുന്ന ഭാഗത്ത് വലിയ ട്രാഫിക് ഇല്ലായിരുന്നു, പക്ഷെ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ കസ്ബഗിയിലേക്കുള്ള മെയിൻ റോഡ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് പിന്നെ നല്ല ട്രാഫിക് തുടങ്ങി. സ്പീഡിൽ പോവാം, കുഴപ്പമില്ല, റോഡ് നല്ല ആയതുകൊണ്ട്. പക്ഷെ നമ്മുടെ പിയാജിയോ സ്കൂട്ടറാണ് എഞ്ചിൻ ഇച്ചിരൂടെ സ്മൂത്ത്. അതും 350cc, ഈ ബൈക്കും 350cc. റോയൽ എൻഫീൽഡ് ഇച്ചിരൂടെ റിലാക്സ്ഡ് കൈൻഡ് ഓഫ് എഞ്ചിൻ ആയതുകൊണ്ട് അത്ര അങ്ങോട്ട് കത്തിക്കാൻ പറ്റില്ല. ആ ഇന്നലത്തെ സ്കൂട്ടറൊക്കെ 100 പുഷ്പം പോലെ പോകുമായിരുന്നു. ഇതൊരു 80-90 ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു വൈബ്രേഷൻ കൂടുതലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു 90 ഒക്കെ ആവറേജ് 80-90 വെച്ചേ പോകുന്നുള്ളൂ. ഇതിന്റെ ഓഡോമീറ്ററിൽ മൈൽസിലാണ്, US നിന്ന് വണ്ടിയാണ്ട് മൈൽസിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ തിബിലിസിയിൽ നിന്ന് പുറപ്പെട്ട ഒരു 50 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യത്തെ ഒരു ബ്രേക്ക് എടുത്തു. ഒരു കോഫി ബ്രേക്ക് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സ്റ്റെപ്പാൻസ്മിൻഡ അല്ലെങ്കിൽ കസ്ബഗിലേക്കുള്ള ഭയങ്കര ട്രാഫിക്കാണ്, ഒരു രക്ഷയില്ലാത്ത ട്രാഫിക്കാണ്. അപ്പോൾ ഫസ്റ്റ് ബ്രേക്ക് ഒന്ന് എടുത്ത ഒരു കോൾഡ് കോഫി കുടിച്ചു. നല്ല ഒരു കടയാണ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. സോഫ്റ്റ് ഡ്രിങ്കുകൾ, ടീ, കോഫി എല്ലാം അവൈലബിൾ ആണ്. വെയിൽ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ചൂടായി. കാര്യമായ തണുപ്പൊന്നും ആയില്ല. മുകളിലേക്ക് കുറച്ച് ദൂരം കൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് ചെറിയ തണുപ്പ് കാണും. കാരണം മൗണ്ടൻ റീജിയൻ ആണ് ഈ കസ്ബഗി. അത്യാവശ്യം ഹൈറ്റുള്ള സ്ഥലമാണ് തിബിലിസി വെച്ച് നോക്കുമ്പോൾ. കസ്ബഗിയിൽ നിന്ന് തിബിലിസി ലക്ഷ്യമാക്കി വരുന്ന കാറുകൾ ധാരാളം വരുന്നുണ്ട്. അതുകൊണ്ട് റഷ്യയിൽ നിന്ന് വരുന്ന വണ്ടികളുണ്ട്. അതാണ് മെയിൻ റഷ്യയായിട്ട് ബന്ധിപ്പിക്കുന്ന റോഡാണ്. ജോർജിയയും റഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ്. കസ്ബഗി കഴിഞ്ഞാണ് റഷ്യൻ ബോർഡർ വരുന്നത്. ഇവിടെ പോകുന്ന വഴിക്ക് മനോഹരമായ ഒരു അനനൂരി ഫോർട്ട് കോംപ്ലക്സും ഒരു ചർച്ചും ഒക്കെ ഉണ്ട്. അവിടെ ഒന്ന് നിർത്തി ഒരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ മനോഹരമായ ഒരു റിവറും ഒരു റിസർവോയർ, ഇതിന്റെ പേര് ഷിൻവാലി ഒരു റിസർവോയർ ആണ്. പിന്നെ മെയിൻ റിവറിന്റെ പേര് അരഗ്വി റിവർ. അപ്പോൾ അതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റ് സ്പോട്ട് പോലെ ആൾക്കാർ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവിടെ നിന്നുള്ള വ്യൂ ഒക്കെ കാണാൻ നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെയും സോനിയർ ഷോപ്പുകളും പിന്നെ ടിപ്പിക്കൽ ജോർജിയൻ ഡ്രസ്സ്, കുതിരസവാരി, അതിനുള്ള സാധനങ്ങളെ, തൊപ്പി, കോട്ടുകളെ, ഷോളുകളെ അതൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഈ അരഗ്വി റിവർ വന്നിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു റിസർവോയർ ആണെന്ന് തോന്നുന്നു, ഈ ഷിൻവാലി റിസർവോയർ. ഒരു വലിയ ഡാമായിട്ട് അവിടെ ഇങ്ങനെ നല്ല വ്യൂ ആണ്. അവിടെ നിന്ന് റോഡ് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കാണാം. ദൂരെ മാറി ഡാമിന്റെ ഷട്ടറുകളൊക്കെ കാണാം. നല്ല രസമുണ്ടല്ലേ. ഐ ലവ് ജോർജിയ. വുളൻ ക്യാപ്സും പിന്നെ വിന്റർ പുള്ളോവറും വിന്റർ ഓവർകോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ റോഡ് സൈഡിൽ ധാരാളം സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു റിസർവറും അതിലേക്ക് വന്നു ചേരുന്ന റിവറുമാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഐ ലവ് ജോർജിയ. ഇവിടെയൊക്കെ ഇരുന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ 10-15 മിനിറ്റ് അവിടെ വന്നിട്ട് നമ്മൾ മുമ്പോട്ട് പോവാണ്. ഇനി കുറച്ച് കഴിയുമ്പോഴാണ് അനനൂരി എന്ന് പറയുമ്പോൾ അതൊരു ഫോർട്ട് കോംപ്ലക്സ് ആണ്. അതിനകത്തൊരു ചർച്ചും പിന്നെ പഴയൊരു കോട്ടയൊക്കെയാണ്. അപ്പം ഇനി അടുത്ത സ്റ്റോപ്പ് അവിടെ ആക്കാം.
ആ ദൂരെ കാണുന്നതാണ് ആ ഫോർട്ട് കോംപ്ലക്സ്. 16-17 നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയൊരു ഫോർട്ട് കോംപ്ലക്സ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. വാനിൽ വന്നവരും കാർ ഓടിച്ച് വന്നവരും ഒക്കെ ആയിട്ട് ആൾക്കാരുണ്ട്. 3-4 GS കണ്ടായിരുന്നു. BMW GS റൈഡേഴ്സ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ. പൊതുവെ ബൈക്കേഴ്സ് കുറവാണ് ഈ റൂട്ടിലൊക്കെ. കൂടുതലും ടൂറിസ്റ്റുകൾ, ടാക്സി, വാന്, പിന്നെ സെൽഫ് ഡ്രൈവ് കാർ, ഓവർലാൻഡിങ് വെഹിക്കിളൊക്കെ വരുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ ട്രാവലേഴ്സ് വളരെ കുറച്ച് വഴിയിലൊക്കെ കാണുന്നു. അപ്പം ഇവിടെ ഈ പറഞ്ഞ പോലെ പാരാഗ്ലൈഡിങ്ങും കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റി, താഴത്തെ ആ റിവറിൽ കയാക്കിങ്, കനോയിങ്, റാഫ്റ്റിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ളൊരു കോംപ്ലക്സ് ആണ്. പഴയ ഒരു കോട്ടയും ഒക്കെ ആയിട്ട്. ആ ബൈക്ക് പാർക്ക് ചെയ്യുന്ന അവിടെ നിന്ന് കുറച്ച് താഴോട്ട് ഇറങ്ങിയാൽ മതി. അവിടെ നിന്നുള്ള മനോഹരമായ ആ ഡാമിന്റെ വ്യൂ ആണ്. റിവറും ഡാമും കൂടെ ചേരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. റിവർ വന്ന് ഡാമിലേക്ക് ചേരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. പഴയ ഓർത്തഡോക്സ് ചർച്ചാണ്. വളരെ പഴയ ഒരു ചർച്ചാണ്. ഇതിന് താഴോട്ട് പോയി കഴിഞ്ഞാലാണ് ആ റിവറിൽ ഇങ്ങനെ അഡ്വഞ്ചർ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. താഴോട്ട് പോയില്ല, കാരണം കസ്ബഗി വരെ ചെല്ലാനുള്ളതാണല്ലോ. അതുകൊണ്ട് പിന്നെ തൽക്കാലം താഴോട്ട് പോവാതെ ഈ അലനൂരി ഫോർട്ട് കോംപ്ലക്സ് ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. Dan maken we Peter ook een foto. Whatever makes you happy. ഇവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ കാർ റെന്റൽ എടുക്കാം. ജോർജിയയിൽ ഇങ്ങനെ റൂഫിൽ ടെന്റൊക്കെയുള്ള വണ്ടികളും ഹയർ ചെയ്യാൻ കിട്ടും. അപ്പോൾ ജോർജിയയിലൊരു ഓവർലാൻഡിങ് കൈൻഡ് ഓഫ് ട്രിപ്പ് ഫാമിലി ആയിട്ടൊക്കെ പോകണമെങ്കിൽ നന്നായിട്ട് ലാൻഡ് ക്രൂയിസറും പ്രാഡോയും പജീറോയും ഒക്കെ ഉണ്ട്. അങ്ങനെ റിവർ റാഫ്റ്റിങ്ങിൻ്റെ സ്ഥലമാണ്. അടിപൊളി, നല്ലതായിട്ട് പോകുന്നുണ്ടല്ലോ. വാട്ടർ വലിയ ഡെപ്ത് ഇല്ല, അതുകൊണ്ട് റാഫ്റ്റിങ്ങിന് പറ്റിയതാണ്. നല്ല ഒഴുക്കുണ്ട് അത്യാവശ്യം. ഇത് റാഫ്റ്റിങ്ങിൻ്റെ ആൾക്കാരുടെ സ്ഥലമാണെന്ന് തോന്നുന്നു. റാഫ്റ്റിംഗ് ജോർജിയ. റാഫ്റ്റിങ്ങിൻ്റെ ബോട്ടുകളൊക്കെയാണ്. വണ്ടി കുഴപ്പമില്ല, പെർഫോമൻസ് മോശമില്ല. 100 ഇവിടെ പുതിയ വണ്ടി ആയതുകൊണ്ട് സ്മൂത്താണ്. ടയറും ഒക്കെ അതുകൊണ്ട് തരക്കേടില്ല. ട്യൂബ്ലെസ് അല്ലേ, അതുകൊണ്ട് പ്രശ്നമുണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ രസമുണ്ടല്ലോ. ഇവിടെ കുതിര സവാരി, ഇവിടെ റാഫ്റ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. റാഫ്റ്റിങ്ങിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് പോലുണ്ട്. കച്ചാപ്പൂരി വേണേൽ കഴിക്കാം. റാഫ്റ്റിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന് തോന്നുന്നു. ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് പതുക്കെ കുക്കിംഗ് ആരംഭിക്കുന്നേ ഉള്ളൂ. ഉച്ചയായില്ല. പതുക്കെ ലഞ്ചിനുള്ള തയ്യാറെടുപ്പാന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ഒരു 10-15 മിനിറ്റ് അവിടെയൊക്കെ നിന്നിട്ട് പതുക്കെ നമ്മൾ വീണ്ടും യാത്ര കണ്ടിന്യൂ ചെയ്തു. ഇതുവരെ അങ്ങനെ ലൈനായിട്ടുള്ള ട്രക്കുകളെ കണ്ടില്ല. നമ്മൾ ഓൺലൈനിൽ വായിച്ചേക്കുന്ന ചിലയിടത്തൊക്കെ 2-3 കിലോമീറ്ററൊക്കെ ട്രക്കുകളുടെ ക്യൂ ഉണ്ടെന്നാണ് കേട്ടേക്കുന്നത്. ചിലപ്പോൾ മുമ്പോട്ടിലും പറഞ്ഞതേ ഉള്ളൂ. വേണ്ട ട്രക്കുകളൊക്കെ പതൊക്കെ കിടക്കുന്നുണ്ട് റോഡിൽ. ഇതൊക്കെ റഷ്യയിലേക്ക് ക്രോസ് ചെയ്യേണ്ടതാണ്. ഓയിൽ ടാങ്കറും പല ടൈപ്പ് ചരക്ക് ഗതാഗതം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പർട്ടിക്കുലർ ടൈമിലേ ഉള്ള ആ സിറ്റിയൊക്കെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഔട്ട്സ്കേർട്സിൽ ഇങ്ങനെ വണ്ടികളൊക്കെ പിടിച്ചിട്ടേക്കുവാൻ തോന്നുന്നു. ആ പർട്ടിക്കുലർ ടൈം ഗ്യാപ്പിൽ വേണം അവർക്ക് പോകാൻ. അങ്ങനെ കുറേ ദൂരത്തേക്ക് ഈ ട്രക്കുകൾ കിടപ്പുണ്ട്.
ഇടയ്ക്ക് കടയൊക്കെയുള്ള സ്ഥലമാകുമ്പോഴത്തേക്കും ഒന്ന് ബ്രേക്ക് ആവും, ഓവർടേക്കും അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ കിടക്കുവാണ്. എല്ലാം മൾട്ടി ആക്സിൽ വലിയ ട്രെയിലർ ട്രക്കുകളാണ് കൂടുതലും, ടാങ്കറുകളും ധാരാളമുണ്ട്. അപ്പോൾ സമയം ഉച്ചയായി, അപ്പോൾ അതൊക്കെ നമുക്ക് എവിടെന്നെങ്കിലും കഴിക്കണം. ഓൺ ദ വേ എവിടെയെങ്കിലും കൊള്ളാവുന്ന റെസ്റ്റോറൻറ്റ് കണ്ടാൽ കഴിക്കാന്നുള്ള ഐഡിയയിലാണ് ഇരിക്കുന്നത്. Thoughts are wandering away with me today, fading into grey. Say that it's okay. Painting pictures. അങ്ങനെ പോയപ്പോഴത്തേക്കും അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് റോഡ് സൈഡിൽ കണ്ടു. ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞു. അപ്പോൾ എന്താ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇനി 10-70 കിലോമീറ്റർ പോകാനുണ്ട്, ഹാഫ് ഡിസ്റ്റൻസ് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു റോഡ് സൈഡിൽ കണ്ട ഒരു ഫാസ്റ്റ് ഫുഡ് പോലത്തെ ചെറിയ റെസ്റ്റോറൻറ്റ്, അവിടെ കയറി. കിങ്കലി, ഇവിടുത്തെ ഒരു നമ്മുടെ മോമോസൊക്കെ പോലത്തെ ഒരു സാധനം. അപ്പോൾ പെർ പീസിൻ്റെ റേറ്റാണ് കിടക്കുന്നത്. 2 രൂപയുടെ ഉണ്ട്, 3 രൂപയുടെ ഉണ്ട്. അപ്പോൾ 5 അതും പറഞ്ഞു. ലാമ്പ് കിങ്കലി അല്ലെങ്കിൽ മീറ്റ് കിങ്കലി. അപ്പോൾ മീറ്റാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ 2 ലാറി ഒരെണ്ണം, അപ്പം മിനിമം 5 പറഞ്ഞു. 5 മതിയായിരിക്കും ലഞ്ചിന്. പിന്നെ ഒരു കൊക്കക്കോളയും കൂടെ പറഞ്ഞു. വരുമ്പോൾ നോക്കാം. നല്ല ട്രാഫിക്കാണ്, ഇഷ്ടംപോലെ ട്രക്കുകളാണ് പോകുന്നത്, ധാരാളം ട്രക്കുകൾ പോകുന്നുണ്ട്. 2 GS റൈഡേഴ്സ് വന്നിട്ടുണ്ട്. അവരെ നമ്മളവിടെ വെച്ച് കണ്ടാന്ന് തോന്നുന്നു. അവർ തന്നെയാണ്, 2 സീനിയർ റൈഡേഴ്സാണ്. അവർ വന്നിട്ടുണ്ട് GSൽ. അവർ ലോങ് ടൂറാന്ന് തോന്നുന്നു. ലഞ്ചും വന്നു. തൽക്കാലം രാവിലെ മക്ഡൊണാൾഡ്സ്, ഉച്ചയ്ക്ക് ഇവിടുത്തെ മോമോസ്, ഇന്നെല്ലാം ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ക്വിക്ക് ലഞ്ച് വരണം. ഇനി ഡിന്നർ അവിടെ പോയി നോക്കാം. നല്ല വലിപ്പമുള്ള കിങ്കിലിയായിരുന്നു. 5 വന്നു. അത്യാവശ്യം 5 കഴിച്ചപ്പോഴത്തേക്കും വയറ് നിറഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് 2 മണി ആറായി ലഞ്ചൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും. നമ്മുടെ ഇന്ത്യയിലെ പോലെ ധാരാളം പശുക്കൾ റോഡിലുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചൊക്കെ പോകേണ്ടി വരും. അത് നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ജോർജിയൻ റോഡിലൊക്കെ ഇടയ്ക്ക് കന്നാലികളെ കാണും. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഒരു ജോർജിയൻ റഷ്യൻ ഒരു ഫ്രണ്ട്ഷിപ്പ് വാൾ എന്ന് പറഞ്ഞ ഒരെണ്ണം റഷ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നിർത്തി അവിടെ കൂടെ കണ്ടിട്ട് വേണം കസ്റ്റോഗി നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകാൻ. അപ്പോൾ അതൊക്കെ ചെറിയ തണുപ്പൊക്കെ തുടങ്ങി, കാരണം പോളിലേക്ക് കയറാൻ തുടങ്ങിയതുകൊണ്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അവിടെ ഉണ്ട് ഇങ്ങനെ ക്വാഡ് ബൈക്ക്, പോളാറിസിന്റെ ക്വാഡ് ബൈക്കുകളൊക്കെ ഉള്ള ഒരു ചെറിയൊരു അഡ്വഞ്ചർ പാർക്ക് പോലൊക്കെ ഉണ്ട്. ചെറിയ സ്റ്റോപ്പാണ് ഇവിടെ. മുകളിലോട്ടാണ് പോകുന്നത്. പെട്രോൾ അടിക്കാൻ, പെട്രോൾ ഇപ്പം ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. കുതിരകളും ഒക്കെ ആയിട്ട് അവിടെയൊക്കെ നിർത്തി കാഴ്ചകളൊക്കെ ഉണ്ട്. ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്ത് വീണ്ടും അവിടെ നിന്ന് മുമ്പോട്ട് പോയി. ഇനി കുറച്ച് ദൂരം കൂടെ ചെല്ലുമ്പോഴാണ് റഷ്യൻ ഫ്രണ്ട്ഷിപ്പ് വാൾ വരുന്നത്. ഇപ്പൊ ഇവിടുന്ന് അടുത്താണ്, വലിയ ദൂരമില്ല. ആ ഫ്രണ്ട്ഷിപ്പ് വാളിന്റെ സ്ഥലം ഗുദോരി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഗുദോരി എന്ന് പറഞ്ഞ ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട്, ചെറിയൊരു ടൗൺ എന്ന് വേണം പറയാം. അപ്പൊ അവിടെ നിർത്തി നമ്മൾ പെട്രോളൊക്കെ ഫില്ല് ചെയ്തു. അത്യാവശ്യം മൈലേജ് ഉണ്ട് വണ്ടിക്ക്. സ്പീഡിൽ പോന്നാലും നമുക്കൊരു 37-38 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട്. ലാൻഡ് ക്രൂയിസർ കിടക്കുന്നു. ഷെയ്ക്ക് വസ്ത്രധാരിയായിരുന്നു ലാൻഡ് ക്രൂയിസറുമായിട്ട് വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടുന്ന് പെട്രോളൊക്കെ അടിച്ചിട്ട് അതൊക്കെ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. അടുത്ത സ്റ്റോപ്പ് ഫ്രണ്ട്ഷിപ്പ് വാളാണ്. ഇവിടുന്ന് അത്യാവശ്യം കയറ്റം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് അവിടെ നോക്കിയപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ, ധാരാളം ഇന്ത്യൻ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. ദേശീയ ഫുഡൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തിയത്. ഇവിടെ നോക്കിയപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, റഷ്യനിൽ എഴുതിയിട്ടുണ്ട്. അറബിക്, ഇന്ത്യൻ ആൻഡ് അറബിക് എന്ന് തോന്നുന്നു. രണ്ടും ഉണ്ടായിരിക്കും, ഇന്ത്യൻ ആൻഡ് അറബിക് റെസ്റ്റോറൻറ്റ്. ഇങ്ങനെ മുകളിലോട്ട് കയറി പോകണം. ഇന്ത്യൻ ഫുഡ് വേണമെന്ന് ആഗ്രഹമുള്ള ഇന്ത്യൻ ടൂറിസ്റ്റുകളൊക്കെ വരുമെന്ന് തോന്നും. നമുക്കങ്ങനെ ഹോം ഫുഡ് വേണമെന്ന് നിർബന്ധമില്ല, കാരണം ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതും യാത്രയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഏത് നാട്ടിൽ ചെന്നാലും അവിടുത്തെ ലോക്കൽ ഐറ്റങ്ങൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു രീതി. ചെറിയൊരു സെമി ടണൽ പോലെയാണ്, മൗണ്ടന്റെ സൈഡിൽ ഇങ്ങനെ വോളൊക്കെ കെട്ടി
ഫുൾ ഫ്ലെഡ്ജ് ടണലല്ല, നല്ലൊരു പകുതി ടണൽ പോലെയാണത്. ഇവിടെ റോഡ് ഇച്ചിരി മോശമാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന റോഡാണ്. വീതി കുറവാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇന്ത്യൻ ട്രാഫിക് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കാര്യമായ ട്രാഫിക് ഒന്നുമില്ല. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് വാൾ എടുക്കാറാകുമ്പോഴത്തേക്കും അവിടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ്, നല്ല ഫ്രഷായിട്ട് ആടിനെ തോലൊക്കെ ഒരിച്ച് പെട്ടെന്ന് തന്നെ റെഡിയാക്കി അധികം മസാലയൊന്നും ഇല്ലാതെ അവർ ഗ്രില്ല് ചെയ്ത് കൊടുക്കും. ഇവിടെ നല്ല ചെമ്മരിയാടിനെയൊക്കെ വെച്ചിട്ടുണ്ട്. ചെമ്മരിയാടിനെയൊക്കെ ഇട്ട് തോലുരിച്ച് ഇവിടെ തന്നെ ഒരു സ്റ്റൈലായിട്ട് കിട്ടുന്നുണ്ടെന്ന്. ഓ, ചെമ്മരിയാടിനെ തോലുരിക്കുന്നുണ്ടോ? ചെമ്മരി ഇത് ഇവിടുത്തെ ഹണിയാന്ന് തോന്നുന്നു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹണി. ചെമ്മരിയാടിനെ തോലുരിച്ച് അങ്ങനെ ഫ്രഷാക്കി എടുക്കുക. നൈസ്. How much, Larry? 30. Yeah. Larry 30. അപ്പോൾ അതൊരു നല്ല കാഴ്ചയായിരുന്നു. അപ്പോൾ ആ ദൂരെ കാണുന്നതാണ് റഷ്യൻ ഫ്രണ്ട്ഷിപ്പ് വാള്. ദൂരെ തന്നെ കാണാം. അതൊരു സെമി ആർച്ച് പോലെ, ഒരു സെമി സർക്കിൾ പോലെ ഒരു സ്റ്റൈലാണ്. ഇത് 1983 കൺസ്ട്രക്ട് ചെയ്തതാണ്. സോവിയറ്റ് യൂണിയനൊക്കെ തകരുന്നതിന് മുമ്പുള്ള ഇതാണ്. ഒരു 200 വർഷത്തെ ഒരു ട്രീറ്റി ഉണ്ടായിരുന്നു. 200 വർഷം മുമ്പ്, അതായത് 1783 അന്നത്തെ കിങ്ഡം ജോർജിയയും റഷ്യൻ കിങ്ഡവും റഷ്യൻ സാർ ചക്രവർത്തിമാരുടെ കാലത്തുള്ള ഒരു ട്രീറ്റിയാണ്. ആ ട്രീറ്റിയുടെ ഒരു 200ാം വാർഷികം പ്രമാണിച്ച് ഉണ്ടാക്കിയതാണ് ഈ ഫ്രണ്ട്ഷിപ്പ് വാള്. റഷ്യയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ബേസിക്കലി അതിങ്ങനെ ഒരു കൾച്ചറൽ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറി. ജോർജിയയുടെയും റഷ്യയുടെയും കുറെ കൾച്ചറും ഹിസ്റ്ററിയും അങ്ങനത്തെ ആർട്ട് ഫോമുകളൊക്കെ കൂടെ ഉള്ള ഒരു പിക്ചറാണ് വെച്ചേക്കുന്നത്. കോൺക്രീറ്റും ടൈൽസും ഒക്കെ വെച്ച് ഉണ്ടാക്കിയേക്കുന്നതാണ്. നല്ല മ്യൂറൽസ്, പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു 100-200 മീറ്റർ അകത്തേക്ക് കയറിയാൽ മതി. നമുക്ക് കാറുകളൊക്കെ അങ്ങോട്ട് തന്നെ എടുത്തുകൊണ്ട് ഇറക്കിക്കൊണ്ട് പോവാം. ബൈക്ക് ആയതുകൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് അതിൻ്റെ അടുത്ത് തന്നെ ചെന്ന് പാർക്ക് ചെയ്തു. ഫ്രണ്ട്ഷിപ്പ് വാൾ. ഒരു സെമി ആർച്ച് ഷേപ്പിലാണ് ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ സമയമായതുകൊണ്ട് ധാരാളം ടൂറിസ്റ്റുകളും ആ സമയത്തോടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ കാണുന്നതാണ് ഡെവിൾസ് വാലി എന്ന് പറയും. അതൊരു ഫേമസ് ആണ്. പിന്നെ അവിടെ വാലിയുടെ അവിടെ ഒരു ജോർജിയൻ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പം ഈ സമയത്ത് പാരാഗ്ലൈഡിങ്ങും അങ്ങനത്തെ ആക്ടിവിറ്റി ഒക്കെ നടക്കുന്നുണ്ട്. നല്ല വ്യൂ ആണ്. അവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല വ്യൂ പോയിന്റ് ഒക്കെ നല്ല രസമാണ്. ഡെവിൾസ് വാലി എന്നാണ് അതിന്റെ പേര്. വെയിലില്ലാത്തതുകൊണ്ടായാലും കുഴപ്പമില്ല. ഫുൾ വരകളാണ്, പണികൾ. എന്താണ് വരച്ചേക്കെന്ന് അറിയത്തില്ല. അവിടെ പാരാഗ്ലൈഡിങ് ഒക്കെ നടക്കുന്നുണ്ട്. നല്ല ഭംഗിയായ ഡെപ്പിക്ഷനാണ്. ജോർജിയൻ ആൻഡ് റഷ്യൻ കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ പടങ്ങളൊക്കെയാണ് അവിടെ വരച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ അതൊന്ന് എക്സ്പ്ലോർ ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്തു. ആൾക്കാരില്ലാതെ തന്നെയുള്ള ഒരു ഫോട്ടോ എടുക്കാനൊന്നും സമയം കിട്ടില്ല, കാരണം അതുപോലെ തിരക്കാണ്, ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് പതൊക്കെ അവിടെ തിരിച്ചപ്പോൾ മണി 3 കഴിഞ്ഞു. ഇവിടെ ചെറിയൊരു ടണൽ പോലെ ഉണ്ട്, പക്ഷേ വണ്ടികൾ പുറത്തൂടെ പോകണം. എനിക്ക് തോന്നുന്നത് പഴയ ടണലാണെന്ന് തോന്നുന്നു. ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് 3/4 മണിക്കൂറോളം, ഒരു 30 കിലോമീറ്ററോളം ഉണ്ട് കസ്ബഗി ടൗണിലേക്ക്. നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക് 30 കിലോമീറ്റർ എടുത്തോണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ സ്റ്റെപ്പാൻസ്മെൻഡ എന്ന് എഴുതിയേക്കുന്ന സ്ഥലത്ത് വന്നു. കസ്ബഗിയുടെ മറ്റൊരു പേരാണ് ഈ സ്റ്റെപ്പാൻസ്മെൻഡ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അവിടെ നിർത്തി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് മെയിൻ സ്ഥലം വന്നു എന്നുള്ളൊരു അറിയിപ്പും കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ കസ്ബഗിയിൽ ഫൈനലി എത്തി. ഇന്നൊരു ലോങ് ജേർണി ആയിരുന്നു. ഓൾമോസ്റ്റ് രാവിലെ സ്കൂട്ടർ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു 95 കിലോമീറ്റർ. അത് ഫുള്ളി മൗണ്ടൻ കാട്ട് റോഡായിരുന്നു, പക്ഷെ നല്ല റോഡായിരുന്നു, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടുന്ന്
സ്കൂട്ടർ മാറ്റി ബൈക്കാക്കി. ബൈക്ക് എടുത്തുകൊണ്ട് 150 കിലോമീറ്റർ ഉണ്ട് തിബിലിസിയിൽ നിന്ന് ഈ കസ്ബഗിയിലേക്ക്. 150 കിലോമീറ്റർ. അതിനകത്ത് ഫുൾ ആദ്യത്തെ ഒരു 50-60 കിലോമീറ്റർ നല്ല സ്ട്രെയിറ്റ് റോഡ്, പിന്നെ കുറച്ച് ഘാട്ട് റോഡ് പോലെയൊക്കെ വരുന്നുണ്ട്. കുറച്ചിടയ്ക്കൊരു 3-4 കിലോമീറ്റർ ഭാഗത്ത് ചില റോഡ് പണി നടക്കുന്നുണ്ട്. അങ്ങനെ ബാക്കി കുഴപ്പമില്ല. അവിടെ നിന്ന് സിവിലീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 11:30 കഴിഞ്ഞു. പിന്നെ പതുക്കെ ഇടയ്ക്കൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഫോട്ടോ ഒക്കെ എടുത്ത് കാഴ്ചകളൊക്കെ ഉണ്ട്. 5 മണിക്കൂർ കൊണ്ട് 4:30 ആയപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ്, നമ്പർ 50 ഷവേല സ്ട്രീറ്റ്, ഷവേല സ്ട്രീറ്റ്. ഇവിടെയാണ് ഗസ്റ്റ് ഹൗസ് കിട്ടിയേക്കുന്നത്. കുഴപ്പമില്ല, ബൈക്ക് കംഫർട്ടബിളായിട്ട് വന്നു. പിള്ളേരൊക്കെ ഇരുന്ന് കളിക്കുവാണ്. ഈ അമ്മച്ചിയാണ് ഇതിൻ്റെ ഓണർ ഗസ്റ്റ് ഹൗസിൻ്റെ. പുള്ളിക്കാരത്തി ചാവിയൊക്കെ തന്നു. ബൈക്ക് രാത്രി ഇവിടെ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞേക്കുന്നത്. കയറി ചെല്ലുമ്പം ഫസ്റ്റ് ഫ്ലോർ, അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഒരു ശകലം മുകളിലേക്ക്, വലിയ പൊക്കമില്ല, ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിരിക്കാനും ഒക്കെ ചെറിയൊരു തണുപ്പുണ്ട്. ഇവിടെ ഒരു ലഡാക്കിലൊക്കെ പോകുന്ന, ഉത്തരാഖണ്ഡ് ലഡാക്കിലൊക്കെ പോകുന്ന ഒരു ഫീലാണ്. ചുറ്റും നല്ല മലനിരകളും അങ്ങനെ ഒരു നല്ല ഫീലാണ്. പുറത്തേക്ക് പോയില്ല, വന്നു കയറി. ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് പതുക്കെ നടക്കാനൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അകത്തേക്ക് വരികയാണെങ്കിൽ ഒരു മൈക്രോവേവ് ഉണ്ട്, ഹീറ്ററുണ്ട്. അപ്പോൾ നമുക്ക് കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കാം. വൈഫൈ സെറ്റാക്കണം, വൈഫൈയുടെ പാസ്വേഡ് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കിട്ടിയ റൂം. ബേസിക് കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീനാണ്. ജസ്റ്റ് 2 പേർക്ക് പറ്റും. ഇപ്പോൾ ഒരാളെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ത്യൻ റുപ്പി 1500 ആയേക്കുന്നത്. അപ്പോൾ ഒരു ബെഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം ഇല്ല. പിന്നെ ഒരു സൗകര്യമുണ്ട്. നേരത്തെ ഗസ്റ്റ് ഹൗസിൽ ബാത്റൂം സെപ്പറേറ്റ് ആയിരുന്നു, കോമൺ ആയിരുന്നു. ഇതിപ്പം നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ പ്രൈവസി, ക്ലോസറ്റ്, ഷവർ ഏരിയ, ഒരു ചെറിയ വാഷ് ബേസിന്, കുഴപ്പമില്ല. അത്യാവശ്യം ഒരാൾക്ക് ധാരാളം. ഇവിടുന്ന് തിബിലിസിക്ക് പോകണമെങ്കിൽ ഇങ്ങനത്തെ വാനുകളുണ്ട്. മർഷുട്ട എന്ന് പറഞ്ഞു, 15 എന്ന് പറയുമ്പം 450 രൂപ. 450 രൂപയ്ക്ക് ഈ വാന. ഇവിടുന്ന് ഡെയിലി ട്രിപ്പുണ്ട്. സമയം എഴുതി വെച്ചിട്ടുണ്ട്. രാവിലെ 7 മണി തുടങ്ങി, 7, 8, 9, 11, 12, വൈകുന്നേരം 6 മണി വരെ ഉണ്ട് ഇവിടുന്ന്. സീസൺ ആയതുകൊണ്ട്, ഓഗസ്റ്റ് ഇപ്പോൾ ഇവിടുത്തെ പീക്ക് സീസണാണ്. മൗണ്ടൻ ട്രാവൽ ഏജൻസി എക്സ്ചേഞ്ച്. അപ്പോൾ ഇവിടെ വരെ എല്ലാം കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഫോറിൻ എക്സ്ചേഞ്ചിന് പ്രശ്നമില്ല, എല്ലായിടത്തും എക്സ്ചേഞ്ച് ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ വരുന്ന ഒരു സീസൺ സമയമാണ്. റെസ്റ്റോറൻ്റാണിത്. സൂപ്പർ മാർക്കറ്റൊന്നും കാണുന്നില്ലല്ലോ. സ്പാറിൻ്റെ സ്ഥലമാണ് ഇപ്പം. ജോർജിയയിൽ എല്ലായിടത്തും സൂപ്പർ മാർക്കറ്റ് ഇഷ്ടംപോലെ ഉള്ളത് സ്പാറാണ്. നിൽക്കാനുള്ള സ്ഥലമുണ്ട് ശരിക്കും. ഇവിടെ ഒന്ന് ഒരു ദിവസമൊക്കെ നിൽക്കണം. ഒരു ദിവസമൊക്കെ നിൽക്കുകയാണെങ്കിൽ രസമാണ്. USD എക്സ്ചേഞ്ച്, മുകളിൽ റെസ്റ്റോറൻറ്റ്. ഇവിടുന്ന് 12-15 കിലോമീറ്റർ അടുത്ത് പോയി കഴിഞ്ഞാൽ റഷ്യൻ ബോർഡറാണ്. അതുകൊണ്ടാണ് ഈ ലോറി ട്രാഫിക് എല്ലാം കൂടുതലായിട്ടുള്ളത്. ഈ റൂട്ട് മുഴുവൻ എപ്പോഴും ലോറി ട്രാഫിക്കാണ്, എസ്പെഷ്യലി സമ്മർ ആകുമ്പോഴത്തേക്കും. സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അത്യാവശ്യം ഒരു ബിയറോ അത്യാവശ്യമുള്ള സാധനമൊക്കെ ഒന്ന് മേടിച്ചുകൊണ്ട് പോകാം. സൂപ്പർ മാർക്കറ്റിലൊക്കെ തിരക്കേ, അതിന് അത്യാവശ്യം നല്ല സ്റ്റോക്കേജ് ഉണ്ട്. പക്ഷെ ക്യൂ ഭയങ്കരമാണ്. സാധനം മേടിച്ചിട്ട് കൗണ്ടർ വരെ എല്ലാം ഇത്രയും ക്യൂ ആണ്. സമയമുണ്ട്, കാരണം 8:30 രാത്രിയാവും. ഇനിയിപ്പോൾ ഇവിടുത്തെ മെയിനായിട്ടുള്ളത് ഒരു വാട്ടർഫോൾ ഉണ്ട്. പിന്നെ ഗർഗട്ടി കത്തീഡ്രൽ വളരെ ഫേമസ് ആണ് കസ്ബയിൽ. പക്ഷെ അത് നാളത്തേക്ക് വെക്കാം, കാരണം വൈകുന്നേരം 5-5:30 ആകുമ്പോഴത്തേക്ക് എല്ലാം ക്ലോസ് ചെയ്യും. നമുക്ക് നാളെ ഉച്ചവരെ കൂടെ ഇവിടെ നിൽക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ഇന്ന് വൈകുന്നേരം ചുമ്മാ ഗൂഗിൾ അടിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ വന്ന വഴിയിൽ ഒരു 10 കിലോമീറ്റർ പുറകോട്ട് പോയി കഴിഞ്ഞാൽ അകത്തേക്ക് ചെറിയൊരു വില്ലേജ് ഉണ്ട്, ഒരു റോക്ക് സ്കൾപ്ചറൊക്കെ ഉള്ള. എന്നാൽ പിന്നെ വൈകുന്നേരം രാത്രിയാകുന്നതിന് മുമ്പ് അത് പോയി കാണാമെന്നുള്ള ഐഡിയയിൽ കുളിയൊക്കെ കഴിഞ്ഞ് പതുക്കെ ബൈക്ക് എടുത്ത് അങ്ങോട്ടേക്ക് തിരിച്ചു. മനോഹരമായ സ്ഥലമാണ് കസ്ബഗി. ഇപ്പം സമ്മർ ആയതുകൊണ്ട് നല്ല എല്ലാം കാണാം. വിന്ററിൽ ഫുള്ള് സ്നോ വരുന്ന സ്ഥലമാണ്. വിന്റർ സ്കീയിങ്ങും മറ്റു ആക്ടിവിറ്റി, വിന്റർ സ്പോർട്സുകളൊക്കെ ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ മാപ്പ് കാണിക്കുന്നത്. പകുതി നമ്മൾ വന്ന വഴി പോയിട്ട് ലെഫ്റ്റിലേക്ക് ഒരു 4-5 കിലോമീറ്റർ പോകണം.
വൈകുന്നേരം ആയതുകൊണ്ട് ചെറിയ തണുപ്പ് വീഴാൻ തുടങ്ങി. പുള്ളോറൊന്നും എടുത്തില്ല, ചെറിയ ടീഷർട്ട് കൂടാതെ ചെറിയൊരു സ്ലീവ്ലെസ് വെസ്റ്റ് മാത്രമുണ്ട് കയ്യിൽ. എന്തായാലും ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു വരണം, അപ്പോൾ പിന്നെ വലിയ കുഴപ്പം കാണില്ല. 8:30 മണിക്ക് സന്ധ്യയാവുന്നുള്ളതുകൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. ഡേ ടൈം കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ പകൽ സമയത്ത് കൂടുതൽ നമുക്ക് സ്ഥലങ്ങൾ കാണാൻ സമയമുണ്ട്. ഈ സ്കൾപ്ചർ ഉള്ളത് നമ്മുടെ വില്ലേജിന്റെ പേര് സ്നോ വില്ലേജ് എന്നാണ്, SNO സ്നോ വില്ലേജ്. അപ്പോൾ ആ വില്ലേജിന്റെ എൻട്രൻസിലാണ് ഈ റോക്ക് സ്കൾപ്ചറെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. മെരാബ് പിരനിഷ്വിലി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ് ഇത് ചെയ്തേക്കുന്നത്. മെരാബ് പിരനിഷ്വിലി എന്നാണ് പുള്ളിയുടെ പേരെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ പല ടൈപ്പ് ഇവിടുത്തെ ഫേമസ് ആൾക്കാരുടെ ജീസസ് ക്രൈസ്റ്റ് ഉണ്ട്, പിന്നെ അലക്സാണ്ടർ കസ്ബെഗി, ഇവിടുത്തെ പിന്നെ ജോർജിയയിലെ ഫേമസ് ആയിട്ടുള്ള ഷോട്ടാ റുസ്തവേലി, അങ്ങനെ കവികളുടെയും ഫിലോസഫേഴ്സിൻ്റെയും ഒക്കെ ഉണ്ട്. ഇൻഫന്റ് ജീസസിനെ കൈവച്ചുകൊണ്ടിരിക്കുന്ന മാതാവിൻ്റെ ഇതുണ്ട്. രസമുണ്ട് കാണാൻ, അങ്ങനെ കല്ലിൽ കൊത്തി ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ കസ്ബേക്ക് വരുന്ന ആൾക്കാരൊക്കെ, ഓവർനൈറ്റ് സ്റ്റേ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതും കാണാൻ വരും. വളരെ അടുത്താണല്ലോ, 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഒന്ന് കാണാൻ പറ്റുന്ന ഇതായിരിക്കും, ഇതൊരു ജീസസ് സ്കൾപ്ചറാണ്. ശില്പം ഉണ്ണീശോയും മാതാവും കൂടി ഇരിക്കുന്നതെന്ന് തോന്നുന്നു. കല്ലിലാണ് കൊത്തിയേക്കുന്നത്. ദൂരെ നിന്ന് ഇരിക്കുമ്പോഴത്തേക്കും, കുറച്ച് മാറി ഇരിക്കുമ്പോഴത്തേക്കും വേറെ പോലെ തോന്നുന്നുണ്ട്. അടുത്തോട്ട് വരുമ്പോൾ അത് ഇച്ചിരി വലിയ ആളായിട്ട് തോന്നുന്നു. രസമുള്ളൊരു സ്ഥലമാണ്, നല്ലൊരു വില്ലേജാണ്. വ്യൂ അങ്ങോട്ടേതോ ട്രെയിലുണ്ട്. അപ്പോൾ അതൊരു വേറിട്ടൊരു കാഴ്ചയായിരുന്നു. ഒരു 15-20 മിനിറ്റൊക്കെ അവിടെ വന്നിട്ട് അതൊക്കെ നമ്മൾ അവിടെ തിരിച്ചു വിട്ടു. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിലും നല്ല 1-2 റിസോർട്ടുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ടൂറിസം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് തോന്നുന്നു. സമ്മറൊക്കെ ആകുമ്പോൾ മാക്സിമം, ഓഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സീസണാണ് ഇവിടെ. തിരിച്ചു പോരുന്ന വഴിക്ക് റിവർ സൈഡിൽ നല്ല രസമുണ്ട് വ്യൂ. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങി 10 മിനിറ്റ് റിവറിൻ്റെ വ്യൂ ഒക്കെ കണ്ടു. ടിപ്പിക്കൽ നമ്മളുടെ സ്പിതി വാലിയിലൊക്കെ പോകുന്ന ഒരു ഫീലാണ്. റിവറൊക്കെ ഇങ്ങനെ നല്ല ആ സെയിം കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, വെള്ളത്തിന് ആ കളറും ചുറ്റിനും ചെറിയ പാറക്കല്ലുകളും ഒക്കെ ആയിട്ട് ആ ഒരു ഫീലായിരുന്നു. അവിടെ ആൾക്കാർ ചെറിയ ഫാമിലി ക്യാമ്പിങ് പോലെയൊക്കെ വരുന്നുണ്ട്. വൈകുന്നേരം അവിടെ ഇരുന്ന് ഡിന്നറൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഡിന്നറൊക്കെ കുക്ക് ചെയ്ത് അവിടെ ഇരുന്ന് കഴിക്കാൻ അങ്ങനത്തെ ഒരു പ്ലാനൊക്കെ ആൾക്കാരും വരുന്നുണ്ട് അവിടെ. അപ്പോൾ ഓൾമോസ്റ്റ് 8 മണിയായി അതൊക്കെ. എന്നാൽ പിന്നെ അവിടെ നിന്ന് തിരിക്കാം. ഇരുട്ട് വീഴുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ച് ഗസ്റ്റ് ഹൗസിൽ ചെല്ലാമെന്നുള്ള ഐഡിയയിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ നമ്മളൊരു 8 മണിയോടുകൂടെ തിരിച്ച് ഗസ്റ്റ് ഹൗസുള്ള ജംഗ്ഷനിലേക്ക് തന്നെ വന്നു. സമയമുള്ളതുകൊണ്ട്, ഇരുട്ടാഞ്ഞുകൊണ്ടും ബൈക്ക് കയ്യിലുള്ളതുകൊണ്ടും ഗർഗറ്റി കത്തീഡ്രലിൻ്റെ റോഡിലേക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കി എത്ര ദൂരം ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി. ഇപ്പോൾ ഈ റോഡാണ് പോകേണ്ടത്. ഇപ്പം ഏതായാലും പോകണില്ല, നാളെ രാവിലെ പോകാനേ ഉള്ളൂ പ്ലാന്. ജസ്റ്റ് 5 മിനിറ്റ് റോഡിൽ കൂടെ ഒക്കെ പോയി നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണ്. അങ്ങോട്ട് പോകുന്ന വഴികളൊക്കെ കാണാൻ ഭംഗിയുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒരു 2 കിലോമീറ്റർ ആ റൂട്ടിൽ പോയിട്ട് തിരിച്ചു തന്നെ പോകുന്നു. റഷ്യൻ ട്രക്കുകളാണ്. റഷ്യയ്ക്കുള്ള ലോഡ് പോകണം. ഇവിടുന്ന് 12 കിലോമീറ്ററേ ഉള്ളൂ റഷ്യ ബോർഡർ. ഇതെല്ലാം അങ്ങോട്ട് പോണതാണ്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടുവച്ചിരുന്ന ഒരു ചെറിയൊരു ടർക്കിഷ് കൈൻഡ് ഓഫ് റെസ്റ്റോറൻറ്റിൽ പോയി ഷവർമ ഓർഡർ ചെയ്തത്. ധാരാളം ആൾക്കാർ ഷവർമ കഴിക്കുന്നുണ്ടാവും, നല്ല വലുപ്പമുള്ള വലിയ ഷവർമയാണ്. അപ്പോൾ അതൊരെണ്ണം കഴിച്ചു. നാളെ ഈ പറഞ്ഞ പോലെ രാവിലെ നേരത്തെ എണീറ്റിട്ട് വാട്ടർഫോളും ഗർഗറ്റി കത്തീഡ്രലൊക്കെ കാണാമെന്നുള്ള ഐഡിയയിലാണ്. നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും തുറക്കുന്നത്. അപ്പോൾ രാവിലെ വേണമെങ്കിൽ കാണാം. മലയുടെ മണ്ടയ്ക്കാണത്. കുറച്ച് ദൂരം ബൈക്കിൽ പോയിട്ട് പിന്നെ ചെറുതായിട്ട് നടക്കണമെന്ന് തോന്നുന്നു. എന്തായാലും നാളത്തേക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് 3-ാം ദിവസത്തെ റൈഡ് വിശേഷങ്ങൾ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ദൂരം ഓടിച്ചതെന്നാണ്. കാരണം നമ്മൾ ആ സ്കൂട്ടർ തിരിച്ചു കൊടുക്കാൻ പോയി, അത് കഴിഞ്ഞ് ബൈക്ക് എടുത്തു. എല്ലാം കൂടി 250 കിലോമീറ്റർ ഉണ്ട്. അല്ലെങ്കിൽ ഒരു 150 കിലോമീറ്റർ കൊണ്ട് ഞാൻ വന്നേനെ. 250 കിലോമീറ്റർ അങ്ങനെ ഓടി. കുഴപ്പമില്ല, നല്ല കംഫർട്ടബിൾ ആയിരുന്നു, ക്ഷീണമൊന്നുമില്ല. നാളെ ഇനിയിപ്പം
ഹാഫ് ഡേ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇവിടുന്ന് കോരിയിലേക്ക് പോകണം. അപ്പോൾ ഈ ജോർജിയൻ കാഴ്ചകളൊക്കെ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു ജോർജിയൻ എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.